സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, ഇപ്പോൾ നമ്മുടെ കരൺ ബാർസയുടെ ബെസ്റ്റ് ട്രിയോ ഗൈസ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ സീസണിൽ കിടിലും പെർഫോമൻസ് ആയിരുന്നു ഗൈസ്. ഞാനൊരു റയൽ മാഡ്രിഡ് ഫാനാണ് ഗൈസ്. പക്ഷെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ സീസണിലെ ഈ ഒരു ബാർസയുടെ കളി കണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നമ്മുടെ ഈ ഒരു 3 ട്രിയോ ഗൈസ്, ലെവൻഡോസ്കി, റാഫീനിയ, യമാൽ, കിണ്ണാർന്ന്. റാഫീനയാണ് ഗൈസ് എടുത്തു പറയേണ്ടത്. പുള്ളി ഒരു ഡൗൺഫാളിൽ നിന്നാണ് ഹാൻഡ്സ് ഫ്ലിക്ക് വന്നപ്പോൾ പുള്ളി കത്തിക്കേറിയത്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ ഈ 3 പേരിട്ടാണ് കളി. പിന്നെ ഈ സൗണ്ടിന് വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ ഗൈസ്, നല്ല ഹെവി റെയിനാണ് ഇവിടെ, അതിൻ്റെ പ്രശ്നമാണ് ഗൈസ്. അതെല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഒരു മാച്ചിലേക്ക് കിടക്കാം ഗൈസ്. ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ ഡിവിഷനിലൊരു 2 മിനിറ്റ് ഗൈസ് ഞാൻ കുറച്ച് നേരം നിന്ന് നോക്കി ഗൈസ്. നമ്മുടെ ഒപ്പോണൻ്റ് ആരും കിട്ടുന്ന റേഞ്ചും ഇല്ല ഗൈസ്. നമ്മൾ പ്രൊസീഡ് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ പോവാണ്. അപ്പോൾ ഗൈസ്, ഞാനൊരു കാര്യം ചെയ്തു. നമ്മുടെ മാച്ചിൽ ലെജൻഡിൽ ഡിഫിക്കൽട്ടിയിലിട്ട് നമ്മുടെ മാച്ച് കളിക്കാൻ പോവാണ് ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ മാച്ച് കളിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്ക് ഏതോ ഇറ്റാലിയൻ ക്ലബ്ബാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് ശരിയായി കൊടുക്കാം ഗൈസ്. നമുക്ക് ബോളൊന്ന് മാറ്റാം. ഓക്കെ, ഫോണിലാണ്. പിന്നെ ഞാൻ എടുത്തത് നമ്മുടെ ഈ ഒരു ഒലിവർഗാനായിരുന്നു ഗൈസ്. നമ്മുടെ ലെജൻഡ് അസംബ്ലിയിൽ പുള്ളി OP പെർഫോമൻസൊക്കെയാണ് ഗൈസ്. ഗ്ലിച്ച് സേവാണ് ഗൈസ് ഇടക്ക് ഗൈസ്. എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഇതുണ്ടാവും, എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് എടുക്കാം. മാച്ച് ഞാനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ലെവൻഡോസ്കി, റാഫീനിയ. ഈ റാഫീനിയുടെ കാർഡൊക്കെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. റാഫീനിയ നല്ലൊരു മൂവാണ്. റാഫീനിയ കിടിലൻ ടേൺ. പാസും പൊളി. ലെവൻഡോസ്കി യമാലിലേക്ക് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു, പോയി. പിന്നെ ഞാൻ ഇത് മാക്സിമം ഇവരുടെ 3 പേരും കോൺസെൻട്രേഷൻ ചെയ്തായിരിക്കും കളിക്കുന്നത്. യമാലിനൂടെ കൊണ്ട് കീറടിപ്പിച്ചൊക്കെ പിന്നെ ഗൈസ്, നമ്മുടെ റാഷ്ഫോർഡ് നമ്മുടെ ബാർസയിലേക്ക് പോയി. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പറയാം ഗൈസ്. പിന്നെ ആൻസിഫ്ലിക്ക് നമ്മുടെ റാഷ്ഫോർഡിനെ പ്രൈമിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്കറിയാം. കാത്തിരുന്നാണോ ലോങ് പാസുകളൊന്നും വർക്കാവില്ല. ട്രെൻഡ് എടുത്തിട്ടുണ്ട്. യമാലിന് കൊടുത്തേക്കാം. യമാൽ പെദ്രി, ലെവൻഡോസ്കി. ലെവൻഡോസ്കിയുടെ അത്യാവശ്യം പൊളിയാണ്. ഞാൻ കുറച്ചാളൊക്കെ എൻ്റെ മെയിൻ സ്കോഡിലിട്ട് കളിപ്പിച്ചൊരു കാർഡ് തന്നെയാണ്. പിന്നെ ഞാൻ ഒറ്റർക്കത് നമ്മുടെ റാഫീനിയ ആൻഡ് റാഫീനിയനെയും എമാലിനെയാണ് ഗൈസ്. പിന്നെ സ്വീഡനാണ് എന്തായാലും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ അത്യാവശ്യം ലൈക്കൊക്കെ ഉണ്ട്. സമയമായിരുന്ന സ്കോർ ചെയ്തു ഗൈസ്. ലെജൻഡിലായിട്ട് കളിക്കണത്, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്കൊരു കംബാക്ക് വിന്നൊന്നും ചെയ്യാല്ലേ. റാഫീനിയ റണ്ണ് ക്രോസ്. ലെവൻഡോസ്കി ഹെഡ് ഏൽപ്പിക്കണം. റാഫീനിയ കിടിലൻ പെർഫോമൻസ് ആണ് ഗൈസ് ഗെയിമിനകത്തും. ഈ സീസണിലെ റാഫീനിയ ഗൈസ്. ഞാൻ റയൽ മാഡ്രിഡ് ഫാനാണ് ഗൈസ്. എന്നാലും ഈ സീസണിലെ റാഫീനിയുടെ കളി എനിക്ക് യമാലാണ് ബെസ്റ്റ് എന്ന് എനിക്കറിയാം. എന്നാലും ഈ സീസണിലെ റാഫീനിയുടെ കളി ഗൈസ് പറയാണ്ടിരിക്കാൻ വയ്യ ഗൈസ്. റാഫീനിയുടെ ക്രോസ്. റാഫീൻ ശരിക്കും റൈറ്റ് വിങ്ങറാണ് ഗൈസ്.
തിയോ ബാക്ക് ടു റാഫീനിയ. ഒരു കിടിലൻ സ്കില്ല് ക്രോസ്. ലെവൻഡോസ്കിക്ക് എത്തിയില്ല. കറക്റ്റൊരു കോണ്ടാക്ട് ഒന്നുമില്ല ഗൈസ്. ലേമാലൊക്കെ എന്താ അവിടെ പോയിക്കണത്? ക്ലിയറായി. യമാലൊന്ന് ബോൾ കൊടുക്കും. പക്ഷേ ഹാഫ് ടൈം ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഓക്കെ, സെക്കൻഡ് ഹാഫ് ബിഗിൻ. നമുക്കൊരു ഗോൾ വരെ അടിക്കണം ഗൈസ്. പിന്നെ ഈ കളി ജയിച്ചാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ തോറ്റാലും ജയിച്ചാലും പ്രശ്നമല്ല ഗൈസ്. നമ്മുടെ മെയിൻ ടാർഗറ്റ് ഈ ട്രിയോടെ കളി കാണുന്നതാണ്. യമാൽ മാർഷൻ ടൈലാൻഡ്. റാഫീനിയ ഡബിൾ ടച്ച്. കേളർ. ഗ്രാവൻബർഗ് എടുക്കടാരെങ്കിലും. ടിയോ യമാൽ യമാൽ ഒരു കേൾ ഗോൾ ഗൈസ്. കിട്ടിലും ഗോൾഡാ പുള്ളി സാധനം ഗൈസ്. സെലിബ്രേഷൻ ഇടാം ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു ഫ്രീ കാർഡാണ് ഞാൻ അധികം ഉപയോഗിച്ചതല്ല, പക്ഷെ കേകൾ കണ്ടപ്പോൾ ഒരു കിടിലം പോലെ തോന്നുന്നുണ്ട് ഗൈസ്. കിണ്ണം ഗോൾഡാ ഗൈസ്. നമുക്ക് റീപ്ലൊന്ന് കാണാം. പെദ്രിയുടെ പാസ്. കിണ്ണം കേള് ഗൈസ്. നമ്മുടെ ക്രോസ് ബാറമ്മ തട്ടി. ഗൈസ് ഒന്നും പറയാനില്ല ഗൈസ്. ആൻഡ് ഗൈസ് 1-1. ലെവൻഡോസ്കി ബോൾ അധികം തൊട്ടിട്ടില്ല. റാഫീനിയ ഡബിൾ ടച്ച്. പുള്ളി റൈറ്റ് ലെഗ് അല്ലേ? സോറി, പുള്ളി ലെഫ്റ്റ് ലെഗാണല്ലോ ഗൈസ്. വെറുതെ പുള്ളി ഷോട്ട് എടുക്കുന്ന സമയത്തൊക്കെ പുള്ളി ലെഫ്റ്റ് കൊണ്ട് അടിക്കാൻ നോക്കാണ് ഗൈസ്. യമാൽ വേറെ റൈറ്റ് മാത്രം കളിക്കാനാണ് ഞാൻ റാഫീനിയ ലെഫ്റ്റ് ലെഗ് ഇട്ട്. ഡബിൾ ടച്ച്. എടുത്തോണ്ട് റാഫീനിയ കിട്ടിയ. തിയോ വേഗം എടുക്കണോ. നമുക്ക് ഈ ഒരു 2 മാച്ചും കൂടെ കളിക്കാമെന്നുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റാഫീനിയുടെ ഈ കാർഡ് വെച്ച് കളിക്കാൻ നല്ല സ്മൂത്ത് ഫീൽ ചെയ്യാണ്ട് ഗൈസ്. റാഫീനിയ ഡബിൾ ടച്ച് മാത്രം എന്തെങ്കിലും വർക്കാവണം. അവിടെ എങ്ങാണ്ട് ടോണി ആദംസ് പോയാ. റാഫീനിയ സ്കിൽ. റാഫീനിയ സ്കോർസ്. റാഫീനിയ ഫിനിഷിങ് മാത്രം വന്നില്ല ഗൈസ്. ബാക്കിയെല്ലാം പുള്ളിക്ക് അത്യാവശ്യമുണ്ട്. ടോണി ആഡംസ്. പെഡ്രി ടു റാഫീനിയ. പിന്നെ ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്ര തവണ റീബൗണ്ട് ഞാൻ അടിച്ചു ഗൈസ്. ഞാൻ നിങ്ങൾക്കൊരു തരാം. ഞാൻ ഈ വീഡിയോയിൽ എത്ര തവണ റാഫീനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വരുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഗൈസ്. സാമാരൊക്കെ ഞാൻ ലീഡ് എടുത്തുകൊണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീഡിയോയിൽ നമ്മൾ ജയിച്ചെന്ന് പറയാൻ പ്രശ്നമല്ല ഗൈസ്. ലെവൻഡോസ്കിയൊക്കെ ചത്ത. പിന്നെ ഗൈസ് ഈ ലെവൻഡോസ്കിയുടെ ഗോൾ പോച്ചറാണോ എനിക്കറിയില്ല. പുള്ളി അധികം കയറി ഡീപ് ലൈൻ ഫോർവേഡ് ആണോ ഇനി? ലെവൻഡോസ്കിയുടെ കാർഡുകളൊന്നും അങ്ങനെ വരാൻ സാധ്യത ഇല്ല ശരിക്കും. യമാലെ മുട്ട വരണം. അടിക്കടാ. റാഫീനിയ
ഓടാ എന്തോടാ ഗൈസ്, നമുക്ക് ലക്കില്ലാത്ത പ്രശ്നമാണ് ഗൈസ്. എന്ത് ഗൈസ്, നമുക്ക് അവന്മാരുടെ ഗോളിയുടെ സേവ് ഒന്ന് കാണാം. ഡിഫ്ലക്ഷൻ ആണല്ലേ, അല്ലെങ്കിൽ അത് ഗോളാകൊണ്ടാണ് ഗൈസ്. മിക്കവാറും റാഫീനൊക്കെ ഈ മാൻ ഓഫ് ദ മാച്ച് കിട്ടേണ്ട സാധ്യതയുണ്ട്. നമുക്ക് ട്രെൻഡിനകത്തൊന്ന് കോർണറിൽ ഇടാൻ പറ്റുമോ നോക്കാം. എടാ അതിപ്പോൾ ലേസ് ലെബഡോസി കിട്ടി. പെട്രി ആടാ പോയി. ഈ ഒരു മാച്ചിലാണ് നമുക്ക് പടത്തൊരു മാച്ചാകും ഗൈസ്. അങ്ങനെ കഴിഞ്ഞ മാച്ചിൽ നമ്മുടെ യമാലാണ് ഗൈസ് നമ്മുടെ മാൻ ഓഫ് ദ മാച്ച്. റാഫിനെ ലെബഡോസ്കി കണ്ടു. റാഫിൻ്റെ 5.5 ആണ് ഗൈസ്. നമുക്ക് അടുത്ത മാച്ചിൽ പിടിക്കാം. ഓക്കെ സാർ, അപ്പോൾ നമ്മുടെ അടുത്തൊരു മാച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫോം ഒലിവർ ഗാൻ തന്നെ ഇടാം. ഓട്ടോ നെയ്ബർ വേണ്ട വേണ്ട ഗൈസ്, നമുക്ക് ഈ ഒരു ലൈനപ്പിൽ തന്നെ ഇറങ്ങാൻ. ഫോമും കാര്യങ്ങൾ നോക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ നിങ്ങൾ മറ്റേ ലെജൻഡ് അസംബ്ലിയിൽ നിന്ന് ആരെ എടുത്ത എങ്ങനെയൊക്കെ ഉണ്ടാവും മറ്റേ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഡൂ കമൻറ്റ് ബിലോ ഗൈസ്. മാച്ച് കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിനടുത്ത് ഓടി റോബിൻസിൻ്റെ ഒരു ഫസ്റ്റ് മിനിറ്റ് നമ്മൾ അടിച്ചല്ലോ ഗൈസ്. കുഴപ്പമില്ല, കംബാക്ക് തന്നെ അടിക്കുക ഗൈസ്. നമ്മൾ കഴിഞ്ഞ കളി അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഒരു കിടിലൻ ഗോളൊക്കെ കണ്ടു. കഴിഞ്ഞ അടിച്ചു നോക്കി ചെറിയൊരു ഇത് പറ്റി. റുഡിഗറല്ലോ കളി. ഫ്രീ കിക്കാണ്. അപ്പോൾ നമ്മളെ വാളി തട്ടി ഡിഫ്ലക്റ്റ് അവന്മാരെ കാലിലേക്കൊക്കെ പോയിട്ടുണ്ട്. റുഡിഗറിനല്ലോ എന്താ ഓഫ് സൈഡല്ലേ അല്ല അവിടെ കേസ്. നമുക്കൊരു റാഫിനിയ കിട്ടോ, കിട്ടിയില്ല. നമുക്ക് ഇവന്മാരിൽ 3 പേരിലെ കോൺസെൻട്രേഷൻ കളിക്കാൻ കഴിയും. അല്ലാണോ നടക്കല്ല കോൺസെൻട്രേഷൻ കളിച്ചാൽ പ്ലസ് അതിനധികം സംസാരിക്കാണ്ടിരിക്കുക വയസ്സ്. ലെവൻഡോസ്കി കിട്ടിയിട്ടുണ്ട്. ലെവൻഡോസ്കി ഓരോ സ്പീഡിലാണെന്നുണ്ട് ചേച്ചി കാണിച്ച്. പാസ് എന്നാണ് അങ്ങനെ പോയത്. ഈ മാച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ലെജൻഡായിട്ട് കളിച്ചിട്ട് ഒന്നാമത് ഇത് സിരിയയിലെ ഒരു ടോപ്പ് ടീം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിവർഗാനെ പോയാ ലിവർഗാൻ എന്ന് പറയുന്ന നമ്മുടെ ഗ്രീൻ ഫോമില്ലേ, ആ ഒരു സമയത്ത് ഗ്രീൻ ഫോമും പക്ക ഫോമായിരിക്കുന്ന സമയത്ത് കിട്ടില്ലാണ് കഴിച്ച് ഗ്ലിച്ച് സേവൊക്കെ അടിച്ച സമയത്ത്. ഗൈസ് ഹാഫ് ടൈം ആവാറായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഇമ്പാക്റ്റിലും ഉണ്ടാക്കിയുള്ള ഗൈസ്. വേൾഡ് ബെസ്റ്റ് ഡ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുമില്ലാത്ത പോലെ.
ഗൈസ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്ത് കളിക്കുകയാണ് ഗൈസ്. ഗ്രാവൻബർഗിൻ്റെ മേലത്തെ ഒരു ഡിഫ്ലക്ഷൻ ഗൈസ്. അവന്മാർ രണ്ടെണ്ണം അടിച്ചു. ഇതിനായിട്ട് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്കൊന്ന് ഈ അറ്റാക്ക് ഇട്ട് നോക്കാം. പക്ഷേ യമാൽ ലെവലൊക്കെ തൊട്ട് സാധ്യത ജസ്റ്റ് ഒരു അസിസ്റ്റ് കൊടുക്കാൻ പറ്റും നോക്കാം ലെവൻഡോസ്കിക്ക്. ഓടാ ക്രോസ് ബാർ. ഞാൻ കോൺസെൻട്രേഷനാണ് മിണ്ടാത്ത. കോൺസെൻട്രേഷൻ എന്ന് പറയാനുള്ളൂ. ഇതായിട്ട് ഒരു കളി ഒന്ന് നമ്മുടെ എന്താ പറയുക താളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ല. പാസ് എൻ്റെ പൊന്നാ പെഡ്രിയുടെ ആ ഷോട്ട് യമാൽ ആ വിങ്ങിലോട്ട് പോകും. യമാൽ എന്താണത് ഇവിടെ കുന്നുവച്ച് കളിക്കാൻ. പെഡ്രി റാഫിനെ എന്ന റണ്ണും കാര്യങ്ങളൊന്നും നിൽക്കില്ല. ലാസ്റ്റ് നമുക്കൊരു ചാൻസ് ഉണ്ട് ഗൈസ്. കിണ്ണ ഫിനിഷ് ഗൈസ്, കിണ്ണ ഫിനിഷ്. ഒന്നും പറയാനില്ല, കിടില ഫിനിഷ് അറിയില്ല വേണ്ട സ്കിടാ. നമുക്ക് റീപ്പിളും നിൽക്കണം ഗൈസ്. കിണ്ണം ഫിനിഷർ, കിണ്ണം കിടിലൻ ടേണും ബൂം, കിണ്ണം ഫിനിഷാണ്. നമുക്ക് വേഗം ഒരെണ്ണം അടിക്കുക. നമുക്കൊരു അറ്റാക്ക് ഇട്ടുണ്ട്. നമുക്ക് ഒരെണ്ണോട് എങ്ങനെയാണ് കൊള്ളിക്കുക ഗൈസ്. സമയം എന്താറുള്ള ഗൈസ്. ഓടാ ഓ ഭാഗ്യം. നമുക്ക് യമാലിൻ്റെ വിങ്ങിലേക്ക് അടിച്ചുവിടാം. ലെവ എടുക്ക്. യമാലിന് റാഫി റണ്ണ് കാട ഗൈസ്. റണ്ണെടുത്ത് കളിച്ചാൽ നമുക്ക് വിങ് കൊണ്ട് മേ ബി കാടിൻ്റെ പ്രശ്നമാവാനായിരിക്കും സാധ്യത. റാഫിനെ കുഴപ്പമില്ല. യമാലിൻ്റെ സ്റ്റാൻഡേർഡ് കാർഡ് ഇട്ട് കളിച്ചാൽ ഇതിനേക്കാൾ നല്ല ഇതുണ്ട്. ഗ്രാവൻബർഗിന് കിട്ടിയില്ല. എന്നാലും ജയിച്ചില്ലെങ്കിലും അത്യാവശ്യം കിട്ടില്ല പെർഫോമൻസ് തന്നെയാണ് ഇവർ നല്ലത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച്, ഫൈനൽ നല്ല രസമാണ് ഗൈസ് ഇവരെ വെച്ച് കളിപ്പിക്കാൻ. റാഫീന കിടിലായിട്ട് കളിപ്പിക്കാൻ, നല്ല സ്മൂത്തായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. നമുക്ക് ഒപ്പണിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ മാച്ചിൽ നമുക്ക് ഫസ്റ്റ് ലീഗ് എടുക്കാൻ നോക്കാം ഗൈസ്. പക്ഷെ പറ്റി ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. പ്രൊലിഫിക് വിങ്ങറാണ്. പിന്നെന്താണ് ഡ്രിബിളിങ് 90. അത് കാണാണ്ട് ഗൈസ്, നല്ലോണം കാണാണ്ട്. നല്ല ഡ്രിബിളിങ് ഉണ്ട് റാഫീനക്ക്. സ്പീഡ്, ആക്സലറേഷൻ, സ്റ്റാമിന, ഇതൊക്കെ ഉണ്ട്. യമാലും പ്രൊലിഫിക് ആയിരിക്കും. റോമൻ ഫ്ലങ്കാണ്. എനിക്ക് ഈ ഒരു പ്ലേ സ്റ്റൈൽ അധികം സെറ്റാവില്ല. ഓക്കെ ലെവ ഗോൾ പോച്ചറാണ് ഗൈസ്. ഓക്കെ ഗോൾ പോച്ചർ. ബൂസ്റ്റർ ഉള്ളതുകൊണ്ട് ശേഷം നമുക്ക് ഒന്ന് അറ്റാക്കിങ്ങിലേക്കൊന്ന് ഇട്ടെടുക്കാം. നമ്മുടെ ഇതെന്താണ് അതൊന്നും വേണ്ടെന്ന കേസ്. നമുക്ക് ഈ കളി മാക്സിമം ലീഡ് എടുക്കുക ഗൈസ്. ഫസ്റ്റ് തന്നെ ഗോള് കിട്ടിയ സ്കില്ലിടുക, ഒരടി, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി കളിക്കുക ഗൈസ്. ഇതായിരിക്കും മേ ബി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് മാച്ച്.
റാഫിനി ഓറാ. ഞാൻ മറ്റേ നെയ്മറിൻ്റെ സ്കില്ലിടാൻ ഇതാണ്. നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് കളിച്ചു നോക്കുക ഗൈസ്. പന്തായാലും കിട്ടിയിട്ടുണ്ട് ഹോൾഡ്. ഹോൾഡ് ചെയ്യണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടോ ഗൈസ്? ഇവർ റണ്ണെടുക്കാനുള്ള ഗൈസ്. എനിക്ക് അതാണ് ഒരു ഇടങ്ങേറ്. ലഭിച്ച ഗോൾ. ഓ, നമ്മളാണ് ഒലിവർ ഖാൻ ഇടാനും മറന്നുപോയി ഗൈസ്. കസിലസാണോണ്ട് നമ്മുടെ കീപ്പർ. അതെ ഗൈസ്, കസിലസാണ്. കുഴപ്പമില്ല, ഈ മാച്ച് പോട്ടെ. ഒരുപാട് ഗോൾ കൺസീഡ് ചെയ്യും, പ്രശ്നമില്ല. കണ്ട ഗൈസ്, റാഫി റണ്ണ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജമാൽ. ഓക്കെ, ലെവ ഫിസിക്കാലിറ്റി വെച്ച് പുള്ളി പിടിച്ചു നിൽക്കണം അത്യാവശ്യം. ഓക്കെ യമാലിന് കിട്ടുമോ? എന്താ യമാലിന് ഫിസിക് കിട്ടൂലെന്നുണ്ട് ഗൈസ്. കാർഡിന് 80 എത്ര കണക്കുള്ളൂ. യമാലിൻ്റെ വേസ്റ്റ് കാർഡായിട്ടാണ് ഫ്രീ ആയിട്ട് വന്നത്. യമാലിന് ബ്ലിറ്റ്സോത്സാനം. നിയർലി ഗൈസ്, നിയർലി സാധനം. പിന്നെ മാക്സിമം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാനിതുപോലത്തെ കണ്ടന്റ്. പിന്നെ ഗൈസ് നമ്മുടെ മാനേജർ കരിയർ മോഡ് ഗൈസ് ഞാൻ മറന്നോണ് ഗൈസ് ചില സമയത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ടൈം ഇട്ടാണ് നമ്മൾ നാളെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഗൈസ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ ഇടാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം ഗൈസ്. ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം. നമ്മുടെ ഇന്ത്യാനോസിൻ്റെ കേസ് 24 മിനിറ്റ് 2 ടീമിൽ ലീഡും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ കളിപ്പിച്ച് നോക്കാം. ഇങ്ങനെ ഒന്ന് കയറ്റിയിട്ട് അല്ലെങ്കിൽ ഒന്ന് അവർ ഓടിക്കയറോ നോക്കിയാലോ. ഇവനെ ഇവിടെ പിടിച്ചിടാം. ഇനിയെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? റൺസും കാര്യങ്ങളും. ഗോൾ കയറി ഗൈസ്. ഇല്ല, ട്രെൻഡ് രക്ഷിച്ചു നമ്മളെ റാഫി. ഗൈസ് എന്തോ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഫീൽ ചെയ്യാണ്ട്. ഓക്കെ, ടിയോ ക്രോസ് കമ്മിങ് ഇൻ. കിട്ടി. Well, height could make all the difference on these set pieces. എൻ്റെ ഒരു കോർണർ ടാക്ടിക്സ് ആണ് ഇത്. മേ ബി ഗോൾ കയറാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഗോൾ ആണോ ഗൈസ്? ഞാൻ പറഞ്ഞാണ്, ഇതാണ് എൻ്റെ മെയിൻ കോർണർ ടാക്ടിക്സ്. നിങ്ങൾ വേണമെങ്കിലും ട്രൈ ചെയ്തോ ഗൈസ്. കണ്ടന്റ് മാറിപ്പോകുന്നു. നമ്മളങ്ങനെ ലീഡ് എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ കസ്ലെസ് കാർഡ് കിട്ടിയവരൊക്കെ ഒന്ന് പറയാം ഗൈസ്, വലിയ ഗുണമുണ്ടോ? എൻ്റെ ഒന്നും പുള്ളി ഒന്നും പിടിക്കള്ള ഗൈസ്. ഗൈസ് നമ്മളെ ലീഡ് എടുത്താണ്ട് നമ്മൾ യമാലും ലെവൻഡോസ്കിയാണ്. റാഫിനോട് ഗോളടിച്ചാൽ മതി. യമാലും ലെവൻഡോസ്കിയും ഗോളടിച്ചു 2 മാച്ചസ് ആയിട്ട്. എനിക്ക് ഈ ഒരു നമ്മൾ കളിച്ച 3 മാച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് റാഫിനെ തന്നെയാണ്. റാഫിനയുടെ ഒരു കൺട്രോളിങ്, ഡ്രിബിളിങ് സ്കില്ല് അതൊക്കെ ഒരു അടിപൊളി. പിന്നെ ഇതൊരു കിടിലം പാസ്സാണ്. റാഫിനിയ ഒരു കേകളടിക്കണം പറ്റുന്നില്ല. ലെവാക്ക് കിട്ടിയില്ല. അടുത്തൊരു കോർണർ കാണുമ്പോൾ എൻ്റെ നമുക്കിത് അടിച്ചിടാൻ പറ്റും. നോക്കുക ഗൈസ്, നമ്മൾ ട്രെൻഡാണ് എടുക്കണല്ലേ. ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ,
യമാൽ കുത്തിയിടോ? ഇല്ല. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് Hence their position. They can afford to be a little braver with the ball, I think. Something they'll be told many times, I'm sure, during the interval. ഓക്കെ, ലെവൻഡോസ്കി റൺ മേക്ക് ചെയ്യുന്നുണ്ട്. ഓ, ഞാൻ സ്റ്റണ്ണിങ് അടിക്കാൻ പോടാ. ഫസ്റ്റ് ടൈം അങ്ങനെ അടിച്ചു കയറും. ഓ, ഡിഫൻസ് പൊട്ടുന്നു തോന്നുന്നു. മേ ബി ഇല്ല. സ്പ്രെഡ് എടുത്തുണ്ട്. യമാലിനെ വെച്ചെടുത്തുണ്ട്. യമാൽ കിട്ടില്ലൊരു ബോളായിരുന്നു, പക്ഷെ അത് ഇന്റർസെപ്ഷൻ കയറാ. യമാലിനെ എടുത്തുണ്ട്. റാഫി. ഓ, റാഫി. ഞാൻ സ്കില്ലിട്ട് ശരിയായില്ല. റാഫിനെ കളി എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്ത നിങ്ങൾക്ക് ആരുടെ പെർഫോമൻസ് ആണ് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്തത്. കമലിംഗ, റാഫിനിയ. ഓ, റാഫിന് നമുക്ക് ശരിയായില്ല. കമലിംഗ എടുത്തിട്ടുണ്ട്. റാഫിനെ വെച്ചൊരു ക്രോസ് ഇട്ടോക്കാം. ലെവൻഡോസ്കി കിട്ടിയില്ല. കമലിംഗ, ലെവൻഡോസ്കി, യമാലെ. യമാലെ പിന്നെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടമാകുന്നു കമൻറ്റ് ബിലോ. ഇത് മേ ബി ഗോളായിരിക്കും. ഓ, ഈ ഒരു കസ്ലെസിന് കാർഡ് ആദ്യമായിട്ടൊരു സേവ് ചെയ്ത് ഗൈസ്. അത്യാവശ്യം കിട്ടിയ സേവായിരുന്നു. ഓ ഗൈസ്, കളിയാക്കാന്നല്ല ഗൈസ്, സത്യം പറഞ്ഞ പുള്ളി ആദ്യമായിട്ടാണ് എൻ്റെ ടീമിൽ വന്നിട്ട് സേവ്. ഞാൻ ഡിവിഷനിലൊക്കെ ഫസ്റ്റ് 2 കളി, ഞാൻ 4 എന്നാണ്ട് ഡിവിഷനിൽ. ഇവനായിട്ട് 2 മാച്ചസ് കളിച്ച് പൊട്ടി ഡിവിഷൻ 6 ഇറങ്ങിപ്പോന്നു. പറഞ്ഞു തരുന്നില്ല ഗൈസ്, അടുത്ത ഗോൾ കയറി. പിന്നെ നമ്മുടെ ഫോർലാൻഡ് കിഡിലാണെന്ന് ഞാൻ കേട്ടായിരുന്നു ഗൈസ്. എൻ്റെ ഫ്രണ്ട് എടുത്ത് ബിറ്റ്സ് ബെയില് ഞാൻ എടുത്തില്ല ഗൈസ്. 2 പ്രാവശ്യത്തേക്കാണ് അതിൻ്റെ പവർ ഉണ്ടാകത്തുള്ളൂ. യമാലവിടെ ഓടിക്കാണിക്കുന്നു. പാസ്. ഇത് എൻ്റെ മിസ്സാണ് ഗൈസ്. യമാലി പ്രാവശ്യം റൺ മേക്ക് ചെയ്താണ്. Say that was an exemplary tackle, stopped him dead in his tracks. Well, they shouldn't be dawdling at this stage. They need to get the ball in the mixer and they need to space out wide. Come on. And that has been cleared. Oh, good ball and this looks chance. Match നമ്മുടെ കയ്യിൽ നിന്ന്. ഓക്കെ, നമ്മുടെ മാച്ചിൽ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. ടീയോടെ കാണാൻ അടിപൊളിയാണെന്നുണ്ടല്ലോ പുള്ളി. അതിനോടി രണ്ടും മലയും ലെവനെയുള്ള കാണിക പെർഫോമൻസിൽ എനിക്കിഷ്ടം റാഫിനിയുടെ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെ പെർഫോമൻസ്, നിങ്ങൾക്ക് ആരാണ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത കിടിലൻ വീഡിയോ എടുത്തത് എല്ലാവർക്കും ബൈ ബൈ.